എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ റേക്കാകെ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നും അവരുടെ ലക്ഷ്യം അതെന്തായിരുന്നുവെന്നും ഇപ്പൊ ഒന്നൊന്നായിട്ട് ഹൊക്കാഗയോട് പറയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് നിക്കായും കാറായും റേക്കാകയും അവര് 3 പേരും സ്പീഡില് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരോട് ആരൊക്കെയോ ഇപ്പൊ സംസാരിക്കാനായിട്ട് തുടങ്ങുക. അവരുടെ സംസാരത്തിൽ നിന്ന് റേക്കായ്ക്ക് ടീംസിന് മനസ്സിലാവും അവരിപ്പോ ഇവരെ അറ്റാക്ക് ചെയ്യാനാണ് അവിടേക്ക് വന്നതെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പൊ കാറ അവൻ ചാടി വന്ന് അവന്റെ പവർ ഉപയോഗിച്ച് അവരെ അറഞ്ചം പൊറഞ്ച് അറ്റാക്ക് ചെയ്യും. അവൻ അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോ പെട്ടെന്ന് അവന്റെ നെഞ്ചില് ഇപ്പൊ വല്ലാത്തൊരു വേദന. അവൻ നെഞ്ചില് കൈയമർത്തി ഇപ്പൊ താഴേക്കിരിക്കും. അത് കണ്ട് റേക്കാക ഓടി വന്ന് അവനെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോഴായിരിക്കും ആ വില്ലന്മാര് അവര് പുറത്തേക്ക് വരിക. അവരെ കണ്ട് അവര് 3 പേരും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. റേക്കാക എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ വില്ലന്മാര് അവരെല്ലാവരും അവിടുന്ന് ഡിസപ്പിയർ ആവും. അവൻ വേദനയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അവരെ കാണുമ്പോ തന്നെ ഇപ്പൊ മികായിക്ക് മനസ്സിലാവും അവര് ചില്ലറക്കാരല്ല. മികായി നിലവിളിച്ച് പറയും, റേക്കാകെ ഓടിക്കോ, അവര് തൊട്ടടുത്തുണ്ട്, എത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ അവര് നമ്മളെയും തകർത്ത് കളയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവനെ സേവ് ചെയ്യണം. അവരോടുന്ന കണ്ട് ഇപ്പൊ ആ വില്ലന്മാര് അവര് കളിയാക്കാൻ തുടങ്ങും. മിക്കായ്ക്ക് കലി കയറി അവന്റെ ഫുൾ പവർ എടുത്ത് വീണ്ടും അവൻ ആ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും അവന്റെ ബോഡിയില് വില്ലന്മാർ ഉപയോഗിച്ച ഒരു പേപ്പർ ബോംബ് ജിപ്സു അതങ്ങനെ മുഴുവനായിട്ട് എക്സ്പാൻഡ് ആയി പൊട്ടിത്തെറിച്ച് അവൻ മരിച്ചു വീഴാണ്. അതിന് റേക്കാക ആളിപ്പോ ആളുടെ പവർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കാരൻ നിലവിളിച്ച് പറയും, റേക്കാകെ പവർ ഇൻക്രീസ് ചെയ്യരുത്, അങ്ങനെ ചെയ്ത റേക്കാകയും ഇവനെ പോലെ മരിച്ചു പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. റേക്കാക പറയും, ഞാൻ എന്റെ പവർ അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ അവരെന്നെ കണ്ട് പേടിച്ചോടി. ആ കഥയൊക്കെ കേട്ട് ഇപ്പൊ ഹൊക്കാഗെ ആന്റി ആളാകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം അവർ റേക്കാകെ കണ്ട് പേടിച്ചോടിയത്? മാത്രമല്ല റേക്കാക അവന്റെ പവർ അത് കൂട്ടിയിട്ടും റേക്കായ്ക്ക് ഒന്നും സംഭവിച്ചില്ല. കാറയ്ക്ക് കാര്യം പിടികിട്ടി അവന്റെ പവർ കൂട്ടാതിരുന്നതുകൊണ്ട് അവൻ മരിച്ചില്ല. പക്ഷെ ഇപ്പൊ അവൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൊക്കാഗെ ആന്റി അവൾ വളരെ കാര്യമായിട്ട് ഇപ്പൊ റേക്കാകെ ചെക്ക് ചെയ്യും. അവന്റെ ബോഡിയിലും എന്തൊക്കെയോ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇതേ ബോംബ് റേക്കാഗയുടെ ബോഡിയിലും ആ വില്ലന്മാർ സ്ഥാപിച്ചു കഴിഞ്ഞു. പക്ഷെ റേക്കാക ആളുടെ മുഴുവൻ പവറും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആ ബോംബ് അത് പൊട്ടാതിരുന്നത്. ഹൊക്കാഗ ആ കാര്യം ഇപ്പൊ റേക്കാഗയോട് പറയും. ആള് ഷോക്കായിട്ട് ആളുടെ ബോഡിയിലേക്ക് നോക്കും. അതിന് ഹൊക്കാഗെ ആന്റി പറയും, നിന്റെ ബോഡിയിലും ആ ഒരു ചെറിയ ലാവയുണ്ട്, അത് നിന്റെ ചക്ര പവർ അത് പതിയെ അബ്സോർബ് ചെയ്ത് ഇതുപോലെ വലുതായി വരും. അത് മുഴുവനായിട്ടും നിന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്ത് നിന്നെ കൊന്നുകളയും. ഇനി അതല്ല, നീ നിന്റെ പവർ അത് മുഴുവനായിട്ട് റിലീസ് ചെയ്താ നീ പൊട്ടിത്തെറിച്ച് മരിക്കും. അത് കേട്ട് റേക്കാക അവനിപ്പോ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ അവന് മനസ്സിലാവും അവര് ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോ തന്നെ ആ ഒരു ലാർവ അത് അവർക്ക് നേരെ തെളിച്ചിരുന്നു. ഹൊക്കാഗെ ആന്റി പറയും, നീ ശ്വാസം അത് ഉള്ളിലേക്ക് ശ്വസിക്കുമ്പോ ആ ലാർവ അത് നിന്റെ ബോഡിയിലേക്ക് കയറും. ആക്ച്വലി നിനക്ക് നിന്റെ സബോർഡിനേറ്റ്സിനെ കഴിഞ്ഞും ഒരുപാട് പവർ ഉണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് നീ കുറച്ച് പവർ റിലീസ് ചെയ്തിട്ട് പോലും നിനക്കൊന്നും സംഭവിക്കാതിരുന്നത്. മാത്രമല്ല നീ നിന്റെ പവർ അല്ല കൂടുതലായിട്ട് ഉപയോഗിക്കാറ്, മറിച്ച് നിന്റെ സ്പീഡാണ്. ഇതുപോലെ തന്നെയാണ് ആം റെസ്ലിംഗ് സമയത്തും നീ സ്പീഡ് ഉപയോഗിച്ചാണ് എന്നെ തോൽപ്പിച്ചത്. പക്ഷെ നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നീ റിലാക്സ് ചെയ്യ്. ആദ്യം ഞാൻ കാറെ റെഡിയാക്കാം, അതിനുശേഷം ഒരു ചെറിയ സർജറി അത് ചെയ്ത് നിന്റെ പ്രോബ്ലവും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് തരാം. അത് കേട്ട് കാറ അവൻ ടെൻഷനായിട്ട് പറയും, ആദ്യം റേക്കാക ആളെ രക്ഷിക്ക്. ഹൊക്കാഗെ ആന്റി പറയും, മിണ്ടിപ്പോരുത്, നീയാണ് ഇപ്പൊ മരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ സർജറി അത് നിന്റെയാണ്. അതിനുശേഷമേ റേക്കായ്ക്ക് ഞാൻ സർജറി ചെയ്യൂ. മാത്രമല്ല ബോഡിയിലുള്ള ആ ഒരു ബഗ് അത് വലുതായെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ. റേക്കാഗയുടെ ബോഡിയില് അതിപ്പോ വളരെ ചെറുതാണ്. അത് വലുതായതിനു ശേഷമേ എനിക്ക് എന്തെങ്കിലും ചെയ്ത് അത് പുറത്തെടുക്കാൻ പറ്റൂ. പക്ഷെ നിന്റെ ഓപ്പറേഷൻ അത് കഴിയുന്നത് വരെ നിന്റെ ചക്ര പവർ നീ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിന് റേക്കാഗയും ഓക്കെ പറഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് പോവും. അപ്പോഴാണെങ്കില് ഇപ്പൊ റേക്കാഗയ്ക്ക് നേരെ ഒരു ബഗ് പറന്നു വരും. അത് കണ്ട് ഹൊക്കാഗെ ആന്റി ആള് ചാടി വീണ് ആ ബഗ്ഗിനെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ക്യാച്ച് ചെയ്യും. കട്ട് ചെയ്ത ലോങ് ഷോട്ടില് ആ വില്ലന്മാര് അവരങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരെ പരീക്ഷിക്കാനാണ് അവര് വീണ്ടും ഇപ്പൊ ബഗ്ഗിനെ ഉപയോഗിച്ചത്. അപ്പൊ ഓരോരോ വില്ലന്മാരായിട്ട് അവിടേക്ക് വന്നോണ്ടേയിരിക്കും. ഒരുത്തൻ വെള്ളമായിട്ട് വരും, ഒരുത്തൻ തീയായിട്ട് വരും, മറ്റൊരുത്തൻ കാറ്റായിട്ടും. അവർ പരസ്പരം പറയും, എനിക്കിങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ വെറുതെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. ബക്സിനെ വലിച്ചെറിഞ്ഞ് ഇവിടെ വെച്ച് ഈ നിമിഷം നമുക്കവരെ കൊന്നു തള്ളാം. അപ്പൊ ഒരുത്തൻ പറയും, വേണ്ട വേണ്ട,
അവരിപ്പോ കൂടുതൽ ആൾക്കാരുണ്ട്. ഏതോ ഒരുത്തി അവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് അവര് പോലും അറിയാതെ അവരുടെ കണ്ണിൽ പെടാതെ ആ ഒരു സ്ക്രോള് അത് എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റി നമുക്ക് രക്ഷപ്പെടണം. അതാണ് നമ്മളിപ്പോ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം അവരെ എല്ലാവരെയും ദശ തിരിപ്പിച്ച് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും ബഗ്ഗുകളെ ഉപയോഗിച്ച് അവരെ തകർത്ത് കളഞ്ഞ് ആ സ്ക്രോളുമായിട്ട് രക്ഷപ്പെടാം. അങ്ങനെ അവർ വമ്പൻ പ്ലാനിംഗ് ഒക്കെ നടത്തി അവിടുന്ന് മുൻപോട്ട് പോവും. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗെ ആന്റി ആളിപ്പോ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും തിങ്സും ഒക്കെ സെറ്റ് ചെയ്യാണ്. അപ്പൊ അമ്മായി അവനിപ്പോ ഹൊക്കാഗെ ആന്റിയോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും കൂടെ നിന്റെ കൂടെ കൂടിക്കോട്ടെ, എനിക്ക് ചില കാര്യങ്ങള് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് കേട്ട് ഹൊക്കാഗെ ആന്റി പറയും, അങ്ങനെയാണെങ്കിൽ ആദ്യം നീ ഇവന് അനസ്തേഷ്യ കൊടുക്ക്. അപ്പോഴായിരിക്കും അസിസ്റ്റന്റ് ചേച്ചി അവളിപ്പോ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് അവന്റെ അടുത്തേക്ക് വരും. അത് കണ്ട് റെയ്ക്കാക ആൾ ടെൻഷനായിട്ട് ചോദിക്കും, ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് നീയല്ലേ? ഇവളെ കൊണ്ടാണോ നീ ഓപ്പറേഷൻ ഒക്കെ ചെയ്യിപ്പിക്കുന്നേ? അതിന് ഹൊക്കാഗെ ആന്റി പറയും അവൾ എന്റെ അസിസ്റ്റന്റ് ആണ്, ഒരു നമ്പർ 1 മെഡിക്കൽ നിഞ്ച. അവൾക്ക് ഞാൻ സൂപ്പർവൈസ് ചെയ്യും. അവൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഓപ്പറേഷൻ അത് സക്സസ് ആയിട്ട് ചെയ്യും. പക്ഷെ റെയ്ക്കാഗെ ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. അവൻ വീണ്ടും ഇപ്പൊ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അത് കേട്ട അസിസ്റ്റന്റ് പെണ്ണ് അവൾക്കിപ്പോ ഒരുപാട് വിഷമാവും. ഹൊക്കാഗെ ആന്റി തറപ്പിച്ചു പറയും അവൾ തന്നെ ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഹൊക്കാഗെ അവളോട് ചോദിക്കും, എല്ലാം ഓക്കെ അല്ലേ, നമുക്ക് ഓപ്പറേഷൻ അത് സ്റ്റാർട്ട് ചെയ്തൂടെ? അതിന് അസിസ്റ്റന്റ് ചേച്ചി പറയും, ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മെഡിക്കൽ ഗെഞ്ചിപ്സു അത് ഇവന്റെ ബോഡിയിൽ ഫോഴ്സിൽ യൂസ് ചെയ്യണം. ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്ത് ബഗ്ഗിനെ ഞാൻ പുറത്തെടുക്കാം. ഇവിടെ റെയ്ക്കായ്ക്കാണെങ്കിൽ ആളുടെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. ആള് പല്ല് കടിച്ചു പറയും, അവൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഇവിടെ നടക്കുന്നത്, പിന്നെ നിങ്ങൾ ആരും ജീവനോട് കൂടെ ഇവിടുന്ന് പുറത്തേക്ക് പോവില്ല. അസിസ്റ്റന്റ് ചേച്ചി ആ ബ്ലേഡ് ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ ശരീരം അത് കേറി മുറിക്കാൻ തുടങ്ങും. രക്തം ചീറ്റി തെറിക്കുമ്പോ ഇവിടെ ഹൊക്കാഗ അവള് പതി ഷിവർ ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും റെയ്ക്കായ്ക്ക് കാര്യം മനസ്സിലാവുക. ഹൊക്കായ്ക്ക് ബ്ലഡ് കണ്ട ഷിവർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ നടത്താതെ അവൾ അസിസ്റ്റന്റിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ച് അതിന് സൂപ്പർവൈസ് ചെയ്യുന്നത്. റെയ്ക്കാഗ അവളോട് ചോദിക്കും, അപ്പൊ നിനക്ക് ഹീമോഫോബിയ ഉണ്ടല്ലേ? ഹൊക്കാഗെ ആന്റി അവൾ ഒരുപാട് വിഷമത്തില് ഇപ്പൊ അടുത്ത റൂമിലേക്ക് പോയി പൊട്ടിക്കരയാണ്. അപ്പൊ അതേസമയം റെയ്ക്കാഗ ആളിപ്പോ അസിസ്റ്റന്റ് ചേച്ചിയോട് ചോദിക്കും, ലേഡി സുനൈറിന് അവൾക്ക് എപ്പോ മുതലാണ് ഈ ഒരു പ്രോബ്ലം അത് സ്റ്റാർട്ട് ചെയ്തത്? അത് കേട്ട അസിസ്റ്റന്റ് ചേച്ചി ആളിപ്പോ ആ സ്റ്റോറി പറയാൻ തുടങ്ങും. ലേഡി സുനൈറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണുള്ളത്. അതിലൊരാളാണ് അവളുടെ ബ്രദറ് നവാക്കി, മറ്റൊന്ന് അവളുടെ ലവറ് ഡോൺ. നവാക്കിയാണ് ആദ്യം മരണപ്പെട്ടത്. അതിനുശേഷം വലിയൊരു അപകടത്തില് അവളുടെ ലവറ് ഡോണും അന്ന് രക്തത്തിൽ കുളിച്ചു കിടന്ന അവന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളെ കൊണ്ട് അവന്റെ ജീവൻ തിരികെ പിടിക്കാനായില്ല. അന്നാണ് അവൾക്ക് ഹീമോഫോബിയ അത് ആരംഭിച്ചത്. അതിനുശേഷം എപ്പോഴും ബ്ലഡ് കണ്ട അവൾക്ക് ഒരുപാട് നേരം നോക്കി നിൽക്കാനാവില്ല. അവളുടെ കൈയും ബോഡിയും ഒക്കെ ഷിവർ ചെയ്യും. ഉടനെ അസിസ്റ്റന്റ് ചേച്ചി ആ ഒരു ബഗ്ഗിനെ ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കും. അവള് പറയും, ഒരിക്കലും മെഡിക്കൽ ഗെഞ്ചിപ്സൂല് സുനൈർ തോറ്റു പോയിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴും അവര് നിർത്തിയിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഹൊക്കാഗെ ആന്റിയും റെയ്ക്കാഗയും അവർ രണ്ടുപേരും ഇപ്പോഴും ഫുൾ സ്പീഡില് ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. റെയ്ക്കാഗ ചോദിക്കും, അന്ന് കുട്ടപ്പന്റെ കേസ് അവനെ ട്രീറ്റ് ചെയ്തപ്പോഴാണോ നിന്റെ ഹീമോഫോബിയ അത് മാറി നീ ഓക്കെ ആയത്? അത് കേട്ട് ഹൊക്കാഗെ ആന്റി അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ കുട്ടപ്പനെ ഓർക്കും. മൂന്നാമതായിട്ടാണ് അവള് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരാൾക്ക് പുതുജീവൻ കൊടുത്തത്. അത് സാക്ഷാൽ കുട്ടപ്പനാണ്. അതിനുശേഷം അവളുടെ ഹീമോഫോബിയ അത് അവളിൽ നിന്ന് വിട്ടുമാറി. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പൻ അവനും ഇതേ സ്റ്റോറി തന്നെയാണ് ഇപ്പൊ കില്ലർ ബിയോട് പറയുക. കുട്ടപ്പൻ പറയും, ബെറ്റ് വെച്ച് ജയിച്ച് അവൾ എനിക്ക് ഒരു ചെയിൻ തന്നിരുന്നു. പക്ഷെ ഞാൻ ആ 9 tail ഫോമിലേക്ക് മാറിയപ്പോ ആ ഒരു ചെയിൻ അത് നശിച്ചുപോയി. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള പ്രോമിസ് അതൊരിക്കലും ബ്രേക്ക് ആവില്ല എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബ്.